Hello my dear friends, welcome to my YouTube channel Haru and Tanu. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മാവിൻ്റെ ചോട്ടിൽ വന്നപ്പോൾ കണ്ണിമാങ്ങ പറക്കിയിട്ട് നമ്മൾ കണ്ണിമാങ്ങ ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പിന്നെയും മാവിൻ്റെ ചോട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. മാങ്ങ വല്ലതും വീണിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇത് ഇപ്പോഴെണ്ണം വീണിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് അവിടെ ഇവിടെയൊക്കെയാണ് വീഴാറുള്ളൂ. നോക്കട്ടെ, ഇവിടെയാണ് ഞാൻ വീണത് കേട്ടത്. മാങ്ങയല്ലേ, ഇതേ വീണ മാങ്ങ. നമുക്കിത് പറക്കിയെടുക്കാം. എനിക്കിപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന മാങ്ങയൊക്കെ കൂടെ നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചുങ്ങിയതിന് ശേഷമാണ് നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാഴ്ച കൊണ്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണിമാങ്ങ എല്ലാം കൂടെ നമുക്കൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമല്ലേ കണ്ണിമാങ്ങ അച്ചാർ. കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാം. അങ്ങനെ നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന മാങ്ങ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഉപ്പിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മാങ്ങയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയ പൂപ്പൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളിവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ ഈ മാങ്ങയിൽ നിന്നുള്ള ജ്യൂസ് അഥവാ നീര് ഇറങ്ങിയിട്ട് കണ്ടോ, വെള്ളം പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാങ്ങ കുറച്ചൊന്ന് ചുങ്ങിയിട്ടുണ്ട്. ഈ മാങ്ങ കൊണ്ടാണ് നമ്മളിന്ന് അച്ചാർ തയ്യാറാക്കുന്നത്, കണ്ണിമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്കൊന്ന് തയ്യാറാക്കാം. നോക്കണ്ട, ചെയ്തോളൂ. ഇതൊക്കെ ചുങ്ങി, ആദ്യം ഇട്ടതൊക്കെ ചുങ്ങിയിട്ടുള്ളത്. മറ്റേതാ വാസന. ഇത് 2ാമത്തെ ബോട്ടിൽ. ഇപ്പോൾ പറക്കിയത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഉണ്ടാക്കാനായിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ചതാണ്. മാങ്ങ ഉപ്പിട്ട് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉപ്പിട്ട് വെക്കുന്നത്. കണ്ടോ, ഉപ്പും വെള്ളവും, അതായത് ഉപ്പ് വെള്ളത്തിലാണ് നമ്മൾ കണ്ണിമാങ്ങ ഇട്ട് വെക്കുന്നത്. ഇതേ നമ്മളിപ്പോൾ പറക്കിക്കൊണ്ട് വന്ന മാങ്ങയാണിത്. കണ്ടോ, വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇതിലേക്കാണ് നമ്മൾ കണ്ണിമാങ്ങ ഇട്ട് വെക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഇരിക്കും. നമ്മളിനി കടുക് പൊടിച്ച് ചേർക്കാൻ പോവുകയാണ്. നന്നായിട്ട് മാങ്ങയൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മതിയോ? മതിയോ? മുളക് എടുക്കട്ടെ. പിന്നെ കൂടെ വേണം. മതിയോ? മുളക് പൊടി ഇട്ടോ മതി. കൊഴുപ്പൊന്നുമില്ല അല്ലേ? കുറച്ചും കൂടി ഇടണം. അത് പക്ഷെ ഇരിക്കുമ്പോൾ കൊഴുക്കില്ലേ ആ കടുക്. ഈ വലിയ മാങ്ങ കണ്ടിച്ചിടണോ? വേണ്ട അല്ലേ? അത്ര വലുതല്ലോ. ഒതുക്കരുത്. ഇനി നമുക്കൊരു ഗ്ലാസിന്റെ ബോട്ടിൽ ഇതുപോലെ നിറയ്ക്കാം. ഗ്ലാസിന്റെ ബോട്ടിൽ നിറയ്ക്കണല്ലേ? പിക്കിൾ എപ്പോഴും ഗ്ലാസിന്റെ ബോട്ടിലാണ് നിറയ്ക്കേണ്ടത്. നമുക്ക് മതിയോ?
കൂടി ഇടാം, 2 കൂടി ഇടുക വലുത്. അധികം മറക്കണ്ടേ? വരില്ലേ മേ? പൊങ്ങോ? കടുക് പൊങ്ങോ? വെള്ളം വരും പുറത്തേക്ക്. എന്നാ മതി. അപ്പം ഇത്രയും മതി എന്നാ. ഇതുവരെ നിറയ്ക്കണ്ട, ഇവിടെ മതിയൊക്കെ നിറച്ചാൽ മതി. കാരണം ഈ മാങ്ങയിൽ വെള്ളം ഇറങ്ങിയിട്ട് വെള്ളം ഇറങ്ങിയിട്ടല്ല, ഈ കടുകൊക്കെ കുതിരുമ്പോഴേ കുറച്ച് ഇതിന്റെ ലെവൽ ഇത്തിരി പൊങ്ങി വരും. വെള്ളം മാങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുമ്പോഴേ ചെറിയ അതിൻ്റെ വെള്ളം ഉണ്ടാവും, മാങ്ങാക്കരയ്ക്ക് വെള്ളം വരും. ഇപ്പം ഇത്രയും വേണോ? ഇത്രയും ഇവിടെ വരെ മതിയോ? ഈ ഇത് മുളക് പൊടിക്ക് കുതിരില്ലേ മുളക് പൊടി, ഇപ്പം എല്ലാം കൂടെ പൊങ്ങിയില്ലേ? ചാറായിട്ട് കൂട്ടാം. ബാക്കിയുള്ള അച്ചാർ നമുക്ക് രണ്ടാമത്തെ കുപ്പിയിലാക്കാം. വെള്ളം ഒഴുകി. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ നിറയ്ക്കുന്നുള്ളൂ. ഇവിടം വരെ പൊങ്ങി വരും. ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇവിടം വരെ പൊങ്ങും. അതുകൊണ്ട് ഈ ഒരു ഹൈറ്റിൽ നിറച്ചാൽ മതി. കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലേ? അങ്ങനെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡിയാണ്. കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാ യൂസ് ചെയ്യാൻ പറ്റുക? അതത്ര 2 ആഴ്ച ഇരുന്നാലും കുഴപ്പമില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പോഴാണ് അങ്ങനെ പാടുള്ളൂന്ന് ചെയ്യുമൊന്നുമില്ല. എന്നാലും അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അല്ല സാധാരണ ആൾക്കാരല്ലേ. ഇത് മിനിമം ഒരു 2 ആഴ്ച ഇരിക്കണം. 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിലും നല്ലതല്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടാനായിട്ട് മിനിമം 2 വീക്സ് എങ്കിലും വയ്ക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എണ്ണത്തുണി ഇടാം. പൂപ്പലൊന്നും വെളിച്ചെണ്ണയല്ല, വെളിച്ചെണ്ണ യൂസ് ചെയ്ത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ കനപ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതിന് പകരമായിട്ട് നല്ലെണ്ണയിൽ വേണം തുണി മുക്കിയിട്ട്. അതെ അതെ, നല്ലെണ്ണയിൽ തുണി മുക്കിയിട്ട് ഇതിൻ്റെ ഫുള്ളിങ്ങനെ മൂടണ രീതിയിൽ വേണം തുണി ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ലെണ്ണയിൽ മുക്കിയെടുത്തിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ളൊരു തുണിയാണ്. ഇത് നമ്മൾ ഈ കുപ്പിയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണ രീതിയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒട്ടും തന്നെ പൂപ്പൽ കയറാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ നല്ലെണ്ണയിൽ മുക്കിയ തുണി ഇട്ട് കൊടുക്കുന്നത്. നമുക്കപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടല്ല ഇത് ഇതിൻ്റെ അരികത്തേക്ക് നന്നായിട്ട് എത്തുന്ന രീതിയിലല്ലേ. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണത്തുണി ഇട്ട് കൊടുക്കാം. ഈ പൂപ്പൽ എപ്പോഴാണ് വന്നത്? ഉപ്പ് കുറയുമ്പോൾ അല്ലേ? ഉപ്പ് കുറഞ്ഞാൽ വലിയ ഉപ്പുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ മുകളിൽ ഇനിയിപ്പോൾ പൂപ്പൽ വന്നാൽ ഈ എണ്ണത്തുണിയുടെ മുകളിൽ വരുള്ളൂ. ഇങ്ങനെ നമ്മൾ എണ്ണത്തുണി ഇട്ട് തരാം. എന്നിട്ട് ആ എണ്ണത്തുണി മാറ്റിയാൽ മതി. ആ തുണിയോട് കൂടി മാറ്റിയാൽ മതി. എന്നിട്ട് വേറെ തുണി ഇട്ട് കൊടുക്കണം. ഉപയോഗിക്കാതെ പിന്നെ ഉപയോഗിച്ചു തുടങ്ങാൻ പിന്നെ വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ. അങ്ങനെ വരില്ലല്ലേ പൂപ്പൽ? അധികം വരുമോ? ഇതിൻ്റെ മുകളിൽ വരാറുണ്ട്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഉപ്പ് മാത്രമാണ് ഇവിടെ പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ചേർക്കുന്നത്. വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഈ വശത്ത് അത് നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ.